ജൈവ കർഷകന്റെ കട അരിമധുരം നാട്ടരി വൈവിധ്യമേള സംഘടിപ്പിച്ചു. രുചിപ്പെരുമയിൽ പേരുകേട്ട പയ്യന്നൂരിന്റെ മണ്ണിൽ നിന്നും യാതൊരുവിധ കൃത്രിമ അസംസ്കൃത പദാർത്ഥങ്ങളും ചേർക്കാതെ പ്രകൃതി ഫുഡ്സ് ഒരുക്കിയെടുക്കുന്ന 20-ൽ പരം നാവിൽ കൊതിയൂറും അച്ചാറുകളും ചമ്മന്തിപ്പൊടികൾ, വറുത്തെടുത്ത മസാലപ്പൊടികൾ എന്നിവയും ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്ത കടയിൽ. പ്രകൃതി ഫുഡ്സ്, പയ്യന്നൂർ. ജൈവ കർഷകരുടെ കൂട്ടായ്മയായ ജൈവഭൂമി നാച്ചുറൽ ഫാർമേഴ്സ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ കൊക്കാനിശ്ശേരിയിൽ പ്രവർത്തിച്ചു വരുന്ന കർഷകന്റെ കടയുടെ 5ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് അരിമധുരം നാട്ടരി വൈവിധ്യമേള നടന്നു. ജൈവ കർഷകർ ഉൽപ്പാദിപ്പിച്ച പോഷക ഗുണമേറിയ വിവിധ നാടനരികളും ഉൽപ്പന്നങ്ങളും പ്രദർശനത്തിൽ അണിനിരത്തി. വടക്കൻ കേരളത്തിൻ്റെ സുഗന്ധ ഔഷധ നെല്ലായ ഓക്ക, കുഞ്ഞിനെല്ല്, നവര, രക്തശാലി, ചോറിനും കഞ്ഞിക്കും പ്രസിദ്ധമായ കയമ, തവളക്കണ്ണൻ, ചിറ്റേനി, അരിക്കിരായി, പുഞ്ചക്കഴമ, തൊണ്ണൂറാൻ, കൊടുങ്കണ്ണി, കുഞ്ഞാഞ്ഞ, മല്ലിക്കുറുവ, വയനാടൻ ഇനങ്ങളായ തൊണ്ടി, വലിയ ചെന്നെല്ല്, ഗന്ധകശാല, ജീരകശാല, മുള്ളൻ കഴമ എന്നിവയും കൈപ്പാടിനങ്ങളായ ഓർക്കയമ, കുതിർ, കുട്ടൂസൻ, ബ്ലാക്ക് റൈസ്, ജാവ ഫൂൽ, നീം ഫൂൽ, ഗോവിന്ദഭോഗ് എന്നീ കിഴക്കൻ ഇന്ത്യൻ ഇനങ്ങളും ഉണ്ടായിരുന്നു. വിവിധ അരികളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായ അവിൽ, പുട്ടുപൊടി എന്നിവയും മേളയിലുണ്ടായിരുന്നു. KP വിനോദ് സ്വാഗതവും ജൈവഭൂമി ചെയർമാൻ PP രാജൻ അധ്യക്ഷതയും വഹിച്ച ചടങ്ങിൽ നഗരസഭാ കൗൺസിലർ മണിയറ ചന്ദ്രൻ തവളക്കണ്ണൻ നെൽവിത്ത് ഏഴിലോട്ടെ ജൈവ കർഷകൻ K ഹരിദാസിന് കൈമാറിക്കൊണ്ട് മേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ കൃഷി ഓഫീസർ KV ഷീന മുഖ്യാതിഥിയായി. TP പത്മനാഭൻ മാസ്റ്റർ, ജൈവ കർഷകരായ MB കുഞ്ഞികൃഷ്ണൻ ആലക്കാട്, കൂരിയച്ചൻ രാജഗിരി എന്നിവർ സംസാരിച്ചു. നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ പണ്ട് കാലങ്ങളുണ്ടായിരുന്ന കുറേ നെൽവിത്തുകളുണ്ട്. അപ്പോൾ അതൊക്കെ ക്രമേണ അപ്രത്യക്ഷമാവുകയും പുതിയ അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ എന്നവരുടെ പുതിയ വിത്തുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാലും നമ്മളെ കർഷകരുടെ കൂട്ടായ്മ പഴയ കാലത്തുള്ള ഈ കയമയും, ചിറ്റേനിയും, അരിക്കിരായും, ചോമനും, തവളക്കണ്ണനും, തൊണ്ണൂറാനും, തൗവനും ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട്. ഒരു ലാഭത്തിനല്ല ശരിക്കും, അതുവരെ ഒരു വിത്ത് സംരക്ഷിക്കുക എന്നുള്ള ഒരു പ്രധാന ഉദ്ദേശം ഉണ്ടായിരുന്നു. പഴയ വിത്തിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഓരോ വിത്തിനും അതിൻ്റെ ധർമ്മമുണ്ട്. നമ്മൾ എല്ലാ സ്ഥലത്തും ഒരേ വിത്തല്ല കൃഷി ചെയ്യാറ്. ഇപ്പോൾ നല്ല പുഞ്ച വയലിൽ നമ്മൾ ഒരിക്കലും ഈ തൊണ്ണൂറാൻ ചെയ്യില്ല, കുറച്ചും കൂടെ മൂപ്പ് കൂടിയ മാത്രമേ ചെയ്യൂ. ആ പൂഴി കണ്ടത്തിൽ തൊണ്ണൂറാനും തൗവനും ചെയ്യും. അപ്പം ഓരോ സ്ഥലത്തും അനുയോജ്യമായ വിത്തിനങ്ങളാണ് നമ്മൾ കൃഷി ചെയ്ത് വരുന്നത്. ഇന്ന് അതൊക്കെ മാറി എല്ലാ സ്ഥലത്തും ഒരേ നെല്ല് തന്നെ ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയിൽ കൈപ്പാട്ടിൽ പോലും അതുപോലെ നമ്മുടെ നാടൻ സ്ഥലത്തിനും പിന്നെ ഒരേ നെല്ല് ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അത്തരം നെല്ലിനങ്ങളെ പുതിയ തലമുറക്ക് പരിചയപ്പെടുത്തുക. അതേപോലെ തന്നെ ഇവരുടെ ഒരു ശ്രമമുണ്ടല്ലോ, ഈ കർഷകരുടെ കൂട്ടായ്മക്കൊരു ശ്രമമുണ്ട്. വളരെ കുറേ കാലത്തെ അധ്വാനമുണ്ട് അതിൻ്റെ. അവരെ ഒന്ന് ലോകങ്ങളെ അല്ലെങ്കിൽ നാട്ടുകാരെ അറിയിക്കുക, അവരുടെ ശ്രമത്തെ അറിയിക്കുക. ഇത്തരം നെല്ലുകൾ, പഴയ കാലത്തുള്ള നെല്ലിനങ്ങൾ ഇവിടെ കൃഷി ചെയ്തിരുന്നു, അവ പുതിയ തലമുറക്ക് പരിചയപ്പെടുത്തുക. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം പഴയ കാലത്തെ നമ്മൾ കൃഷി രീതിയും ഒരു കൂട്ടായ്മയും ഒരു ഐക്യവും ഒക്കെ പുതുതലമുറക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് വെച്ചാൽ. ഡോക്ടർ E ഉണ്ണികൃഷ്ണൻ, ഹരിദാസ് PK, കർഷകരായ അത്തായി ബാലൻ, സുരേഷ് കല്ലത്ത്, ലാലു TTV, ശാന്ത ശ്രീധരൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ദ്വിജ CV നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. രുചിപ്പെരുമയിൽ പേരുകേട്ട പയ്യന്നൂരിന്റെ മണ്ണിൽ നിന്നും യാതൊരുവിധ കൃത്രിമ അസംസ്കൃത പദാർത്ഥങ്ങളും ചേർക്കാതെ പ്രകൃതി ഫുഡ്സ് ഒരുക്കിയെടുക്കുന്ന 20-ൽ പരം നാവിൽ കൊതിയൂറും അച്ചാറുകളും ചമ്മന്തിപ്പൊടികൾ, വറുത്തെടുത്ത മസാലപ്പൊടികൾ എന്നിവയും ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്ത കടയിൽ. പ്രകൃതി ഫുഡ്സ്, പയ്യന്നൂർ. രുചിപ്പെരുമയിൽ പേരുകേട്ട പയ്യന്നൂരിന്റെ മണ്ണിൽ നിന്നും യാതൊരുവിധ കൃത്രിമ അസംസ്കൃത പദാർത്ഥങ്ങളും ചേർക്കാതെ പ്രകൃതി ഫുഡ്സ് ഒരുക്കിയെടുക്കുന്ന 20-ൽ പരം നാവിൽ കൊതിയൂറും അച്ചാറുകളും ചമ്മന്തിപ്പൊടികൾ, വറുത്തെടുത്ത മസാലപ്പൊടികൾ എന്നിവയും ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്ത കടയിൽ. പ്രകൃതി ഫുഡ്സ്, പയ്യന്നൂർ.